കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഉന്നതതല അവലോകന യോഗം ചേരുന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽകുമാറും വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് യോഗം. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കണക്കാക്കും. പുനരധിവാസ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ കൂടിയാണ് യോഗം. മന്ത്രി പി എ മുഹമ്മദ് റിയാസും റവന്യൂ മന്ത്രി കെ രാജനും ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഉരുൾപൊട്ടലിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഡ്രോൺ സർവേയും തുടരുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ വിലങ്ങാട് ഉരുൾപൊട്ടലിലെ തുടർ നടപടികൾ അതുമായി ബന്ധപ്പെട്ട ഉന്നതതല അവലോകന യോഗം ചേരുകയാണല്ലോ. എന്തൊക്കെയാണ് ഈ യോഗ അജണ്ടയുമായി ബന്ധപ്പെട്ടും മറ്റും നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ മാസം 30-ാം തീയതിയായിരുന്നു കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നത്. തുടർന്ന് 56ഓളം വീടുകൾ ഭാഗികമായി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ വകുപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടത്തിയ അവലോകന യോഗത്തിൽ അല്ലെങ്കിൽ പരിശോധനയിൽ 200 കോടിയോളം രൂപയുടെ നാശനഷ്ടങ്ങൾ ആ പ്രദേശത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായിരുന്നു. KCBക്ക് മാത്രം 7.25 കോടിയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ 12 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. PWD റോഡ് ഉൾപ്പെടെയുള്ള 4 കിലോമീറ്ററോളം PWD റോഡ് തകർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഡ്രോൺ നിരീക്ഷണങ്ങൾ ആ മേഖലയിൽ സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലിനായിട്ട് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കളക്ടർ സ്നേഹിൽകുമാർ സിംഹിന്റെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം നടക്കുന്നത്. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയുടെ വിലയിരുത്തലുകൾ ഈ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. അവരുടെ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുള്ള നടപടികളൊക്കെ ഈ ദിവസത്തിൽ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രി പി എ മുഹമ്മദ് റിയാസും റവന്യൂ മന്ത്രി കെ രാജനും ഉൾപ്പെടെയുള്ള ആളുകൾ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നുണ്ട്. 11 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള യോഗം വെള്ളിയോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. ഇതിനോടകം തന്നെ യോഗം ആരംഭിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കണക്കാക്കുകയും ഏത് രീതിയിലുള്ള പുനരുജ്ജീവന പ്രവർത്തനങ്ങളാണ് അവിടെ നടപ്പിലാക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പരിശോധനയും വിലയിരുത്തലും ചർച്ചകളുമൊക്കെ യോഗത്തിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. യെസ്